അനാഥാലയ നടത്തിപ്പിൽ സമാനതകളില്ലാത്തത്ര ഗുരുതര വീഴ്ച കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടികളെ സ്ഥാപനം മാറ്റിയത്. അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവരെ ഒരുമിച്ച് കഴിയുന്നതിന് അനുവദിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. കോന്നി, പന്തളം, ഇലന്തൂർ, ഓതറ എന്നിവിടങ്ങളിലേക്കാണ് കുട്ടികളെ മാറ്റിയത്. ഇവരുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലടക്കം CWC ഇടപെടും. സമിതിയുടെ തീരുമാനപ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എത്തി നടപടികൾക്ക് നേതൃത്വം നൽകി. ഇവിടെ അന്തേവാസിയായിരുന്ന യുവതി കുഞ്ഞിന് ജന്മം നൽകിയതിന് പിന്നാലെയാണ് പരാതിയും പരിശോധനയും കേസും വന്നത്. ജനനത്തീയതി, ജന്മം നൽകിയ ദിവസം, നവജാത ശിശുവിന്റെ വളർച്ച, തൂക്കം എന്നിവ കണക്കിലെടുക്കുമ്പോൾ യുവതി 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുൻപ് ഗർഭം ധരിച്ചു എന്നുള്ളതാണ് ഡോക്ടറുടെ സാക്ഷ്യം. ചുരുക്കത്തിൽ അനാഥാലയത്തിൽ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയമാവുകയായിരുന്നു. ഇത് കണക്കിലെടുത്താണ് കടുത്ത നടപടി. കഴിഞ്ഞ ഒക്ടോബർ 9-ന് 18 വയസ്സ് പൂർത്തിയായ യുവതിയെ 10-ാം ദിവസം സ്ഥാപന നടത്തിപ്പുകാരിൽ ഒരാൾ വിവാഹം കഴിച്ചു. ഗർഭാവസ്ഥ മറച്ചുവെച്ച് വിവാഹം നടത്തിയെന്നാണ് ആക്ഷേപം. തുടർന്ന് 2025 ജൂൺ മാസം 2-ന് സ്വകാര്യ ആശുപത്രിയിൽ യുവതി കുഞ്ഞിന് ജന്മം നൽകി. ഇതോടെയാണ് CWCക്ക് പരാതി കിട്ടിയത്. സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കാനാണ് സാധ്യത. പ്രായമേറിയവരും സംരക്ഷണം ആവശ്യമുള്ളവരുമായ മറ്റ് നിരവധി പേരും കേന്ദ്രത്തിലുണ്ട്. സാമൂഹ്യനീതി വകുപ്പ് പ്രതിനിധികൾ അടുത്ത ദിവസം കേന്ദ്രം സന്ദർശിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓർഫണേജ് കൺട്രോൾ ബോർഡ് തുടർ നടപടികൾ സ്വീകരിക്കും. അതേസമയം അംഗീകാരം റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്ഥാപനം പ്രവർത്തനം നടത്തുന്നതായി കാണിച്ച് നടത്തിപ്പുകാരി CWCക്ക് കത്ത് നൽകിയെന്നാണ് വിവരം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.